സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 18-ാം വാക്യം. അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു, ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അവൻ എലീശയുടെ പ്രാർത്ഥന അനുസരിച്ചിട്ട് അവർക്ക് അന്ധത പിടിപ്പിക്കുകയും അതുപോലെ പ്രാർത്ഥന കേട്ടിട്ട് കണ്ണ് തുറക്കാൻ പറഞ്ഞപ്പോൾ തുറക്കുകയും ചെയ്തു. എലീശയുടെ പ്രാർത്ഥന നാം നോക്കുകയാണെങ്കിൽ എത്ര സിമ്പിൾ പ്രെയറാണ്, എന്നാൽ വലിയ റിസൾട്ട്. നാം ആണെങ്കിൽ വലിയ പ്രാർത്ഥനകൾ നടത്തും, ചെറിയ മറുപടി പോലും കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ക്വാളിറ്റി ഇല്ല. സംശയം ഇല്ലാതെ, സന്ദേഹം ഇല്ലാതെ, ശുദ്ധ ഹൃദയത്തോടെ, വിശ്വാസത്തോടെ നാം പ്രാർത്ഥന ചെയ്താൽ ഓരോ ചെറിയ പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി നൽകും. ഒരു ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ചിന്തകൾ എല്ലാം തന്നെ പ്രാർത്ഥനയാണ്. എന്താണ്? ചിന്തകൾ എല്ലാം തന്നെ ദൈവം കേൾക്കുന്നുണ്ട്, പ്രാർത്ഥനകളാണ്. ഞാൻ എന്തു തന്നെ സംസാരിച്ചാലും ആ സംസാരത്തിൻ്റെ സാരാംശം പ്രാർത്ഥനയോട് കൂടിയതായ വിഷയം ആണ്. അതാണ് ഒരു ക്രിസ്ത്യാനി എപ്പോഴും പരിശീലിക്കേണ്ടത്. ഇടവിടാതെ പ്രാർത്ഥിക്കുക. എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇടവിടാതെ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ആയിരിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇലക്ട്രിസിറ്റി ആ വയേഴ്സിലൂടെ കറണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ടോ? വരുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ലൈറ്റ് കത്തുമോ? ലൈറ്റ് കത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു അരമണിക്കൂർ അതിനായി വയറിംഗ് ചെയ്യണമോ? അല്ലെങ്കിൽ ജനറേറ്റർ കറക്കണമോ? ആ സ്വിച്ച് ഓൺ ചെയ്യാൻ എത്ര സമയമെടുക്കും? അത് ഓൺ ചെയ്താൽ അപ്പോൾ തന്നെ ലൈറ്റ് വരും. എന്തുകൊണ്ടാണ്? ഓൾറെഡി ദ കറണ്ട് electricity is flowing. So wherever you connect anything and operate any object, you will see the fruit of it. എവിടെ നിങ്ങൾ കണക്ട് ചെയ്താലും, ഫാൻ വെച്ചാലും, സൗണ്ട് വെച്ചാലും, ലൈറ്റ് വെച്ചാലും ഓൾറെഡി അവിടെ സപ്ലൈ ഉള്ളതുകൊണ്ട് ടച്ച് ചെയ്താൽ ഉടൻ തന്നെ അതിന്റെ റിസൾട്ട് കാണാം. നീ പ്രാർത്ഥനയിൽ ദൈവത്തോട് കൂട്ടായ്മ ഉള്ളവനാണ് എങ്കിൽ ഏത് സമയത്ത് പ്രാർത്ഥിച്ചാലും, റോഡിൽ വെച്ച് പ്രാർത്ഥിച്ചാലും കർത്താവേ എന്ന് വിളിക്കുമ്പോൾ അപ്പോൾ തന്നെ നീ കണക്ട് ആകുന്നത് കൊണ്ട് നിനക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കാണുവാനിടയാകും. അതാണ് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ കാണപ്പെടേണ്ടത്. ഇടവിടാതെ പ്രാർത്ഥിക്കുക, ദൈവത്തോടുള്ള കൂട്ടായ്മ ആചരിക്കാൻ പഠിക്കുക. ഞാനും എൻ്റെ ദൈവവും ഒരുമിച്ചായിരിക്കുന്നു. എൻ്റെ ദൈവത്തോട് എന്ത് ചോദിച്ചാലും, എന്താണ് എപ്പോഴും നീ അമ്മയോട് കൂടെ തന്നെ ഇരിക്കുന്നത്? ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ അമ്മയോട് കൂടെ ആയിരുന്ന സമയത്ത് ഒരു ദിവസം രാത്രി അമ്മയെ വിളിക്കേണ്ടി വന്നു. അമ്മ, അമ്മേ, അമ്മേ, അമ്മേ എന്ന് വിളിക്കുമോ? എന്താണ് വിളിക്കുന്നത്? അമ്മേ, എന്താണ് മോനെ, എന്താണ് മോനെ എന്ന് ചോദിക്കില്ലേ? കേട്ടിട്ടില്ലേ? എന്താണ്? ദൈവം കൂടെ ഉണ്ടായിരിക്കുന്നുവെങ്കിൽ കർത്താവേ ഇവരുടെ കണ്ണ് അടയ്ക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ കണ്ണടച്ചു. കണ്ണ് തുറക്കണമേ, അപ്പോൾ തന്നെ കണ്ണു തുറന്നു. ദൈവം കൂടെ ആയിരിക്കുകയാണ്. പ്രാർത്ഥന ചെയ്യുന്നവൻ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു. പ്രാർത്ഥന ചെയ്യുന്ന വ്യക്തി ദൈവത്തിന്റെ ശക്തിയാൽ നിറയപ്പെട്ടിരിക്കുന്നു. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ആയിരിക്കുകയാണ്. എപ്പോഴാണോ നമ്മുടെ ഹൃദയം ദൈവത്തിന് മുൻപ് ശരിയായി ഇരിക്കുന്നത്, അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അനുഗ്രഹമുണ്ടാകും. വലിയ ദേവദാസനായ എലീശയെക്കുറിച്ച് 2 രാജാക്കന്മാർ 13-ാം അധ്യായം 14-ാം വാക്യം. ആ കാലത്ത് എലീശ മരണഹേതുവായ രോഗം പിടിച്ച് കിടന്നു. അപ്പോൾ ഇസ്രായേൽ രാജാവായ യോവാശ് അവന്റെ അടുക്കൽ ചെന്നു, അവന്റെ മുഖത്തിന്മീതെ കുനിഞ്ഞു കരഞ്ഞു, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളിയുമായുള്ളോവേ എന്ന് പറഞ്ഞു. ഇത്ര വലിയ ഒരു ദൈവദാസന് മരണകരമായ ഒരു വ്യാധി വന്നിരിക്കുന്നു. തെറ്റായ രീതിയിൽ പഠിപ്പിക്കാറുണ്ട്. ദൈവത്തിന്റെ ദാസന്മാർക്ക് രോഗങ്ങൾ വരില്ലേ? ദൈവത്തിന്റെ ദാസന്മാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പാടില്ലേ? മരുന്ന് കഴിക്കാൻ പാടില്ലേ എന്ന് ബൈബിളിൽ എവിടെയും ഇല്ല. മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ മനുഷ്യനുണ്ടാകുന്ന രോഗങ്ങൾ വരില്ല എങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പൂർണ്ണ മനസ്സോടെ എങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയും? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ ഈ വ്യക്തിക്ക് മനുഷ്യനുണ്ടാകുന്നതായ രോഗങ്ങൾ വരുന്നില്ല എങ്കിൽ മനുഷ്യർക്ക് വേണ്ടി എങ്ങനെ പൂർണ്ണ മനസ്സോടെ പ്രാർത്ഥിക്കാൻ കഴിയും? ടൈഫോയിഡ് ആണോ?
ഓ അതൊന്നും കുഴപ്പമില്ല, അതിനുവേണ്ടി ഇത്ര പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ടൈഫോയിഡ് പാസ് വന്നു എന്ന് വിചാരിക്കുക. മകളെ നിനക്ക് ടൈഫോയിഡാണോ? ഞാൻ തീർച്ചയായും പ്രാർത്ഥിക്കാം. വയറ് മുഴുവൻ എരിച്ചിലുണ്ടല്ലേ? അതെ മകളെ, എനിക്കും അങ്ങനെ വന്നതാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ എന്ന് മനസ്സോടെ ചെയ്യും. എന്താണ്? ബാക്ക് പെയിൻ ആണ്. ബാക്ക് പെയിൻ അത്രമാത്രം വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ നടുവിന് എന്തെങ്കിലും തൈലം തേച്ചാൽ മതി, പൊക്കോ എന്ന് പറയും. നടുവേദന വന്നിട്ട് സ്പൈനൽ കോഡ് സർജറി ചെയ്ത പാസിന്റെ അടുക്കൽ വന്ന് നടുവേദന എന്ന് പറയുകയാണെങ്കിൽ, അയ്യോ വളരെ വേദനയാണല്ലോ, ഞാനും അനുഭവിച്ചതാണെന്ന് എന്ന് പറഞ്ഞ് മനസ്സോടെ പ്രാർത്ഥിക്കാനിടയാകും. എന്താണ്? ദൈവദാസൻ എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറൽ ബീയിങ് അല്ല, മനുഷ്യന്റെ ശരീരമാണ് ദൈവദാസനും ഉള്ളത്. ശരീരത്തിൽ വേദന ഉണ്ടാകാനിടയാകും. എന്നാൽ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ശിക്ഷ അനുഭവിക്കാൻ ഇടയായി. നിന്ദിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, മുഖത്ത് തുപ്പൽ ഏറ്റു. മനുഷ്യന്റെ വേദന എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെ മനസ്സ് എന്താണെന്ന് ദൈവത്തിനറിയാം. ഇന്ന് നിന്റെ മുഖത്ത് തുപ്പൽ ഏറ്റാൽ ആ സമയത്ത് നിനക്കുണ്ടാകുന്നതായ വിഷമം എന്താണെന്ന് എൻ്റെ കർത്താവിനറിയാം. നിന്നെ ആരെങ്കിലും ഒരു വടിയെടുത്തിട്ട് അടിക്കുകയാണെങ്കിൽ ആ അടിയുടെ വേദന എത്ര മാത്രമാണെന്ന് നിന്നെ സ്നേഹിച്ച് പ്രാണൻ നൽകിയ കർത്താവിന് അറിയാം. അതുകൊണ്ടാണ് നമ്മെ അത്രമാത്രം അവൻ സ്നേഹിക്കുന്നത്. എല്ലാ വിഷയത്തിലും നമ്മെ പോലെ അവൻ പരീക്ഷിക്കപ്പെട്ടു. വിശപ്പോടെയായിരുന്നപ്പോൾ, വിശപ്പെന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് ഒരുവൻ ചോദിച്ചു. വിശപ്പുണ്ടാകുന്നതിന് മുൻപ് തന്നെ കഴിക്കുന്നവർക്ക് വിശപ്പ് എന്താണെന്ന് എങ്ങനെയാണ് അറിയാവുന്നത്? വിശപ്പ് എന്താണെന്ന് അറിയാതെ തിന്ന് എപ്പോഴും വയറ് നിറച്ച് സുഖമായി ഇരുന്നിട്ട് അവനിപ്പോൾ വിശപ്പെന്താണെന്ന്, ബൊഫയിൽ കയറി ഇറങ്ങി തിന്നുന്നവർക്ക് വിശപ്പെന്താണെന്ന് അറിയാമോ? വിശന്ന് വലഞ്ഞവർക്ക് മാത്രമേ വിശപ്പെന്താണെന്ന് അറിയൂ. യേശുക്രിസ്തു വിശന്ന് വലഞ്ഞിട്ടുണ്ട്, അവന് വിശപ്പെന്താണെന്ന് അറിയാം. ദാഹത്തോടെ ആയിരുന്നു. എന്താണ്? ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വെള്ളം ബോട്ടിലുണ്ടെങ്കിൽ കുടിക്കുന്നവർക്ക് ദാഹം എന്താണെന്ന് അറിയാമോ? വെയിലത്തുകൂടെ നടന്നിട്ട് തൊണ്ട വരളുന്ന സമയത്ത് ദാഹം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയും. ദൈവം തൻ്റെ ദാസന്മാരെയും അച്ചടക്കം പഠിപ്പിക്കും, ഡിസിപ്ലിൻ പഠിപ്പിക്കും. ഒരു ദൈവദാസൻ രോഗിയായി കിടന്നാൽ മറ്റൊരു ദൈവദാസൻ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. ആ ദൈവദാസൻ വിചാരിക്കും, ഞാൻ തന്നെയാണ് സൂപ്പർ നാച്ചുറൽ ദൈവദാസനെന്ന്. എന്താണ്? നിങ്ങൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കുറയുന്നു, എന്നാൽ നിങ്ങൾക്കത് കുറയുന്നില്ലല്ലോ. നിനക്ക് അസുഖം കുറയാതെ നിനക്ക് വേണ്ടി മറ്റൊരാൾ വന്ന് പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടി ചില സമയത്ത് ദൈവദാസന്റെ ആവശ്യമില്ല. സഭയിലുള്ള വിശ്വാസി തന്നെ വന്ന് ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരാം. എനിക്കെപ്പോഴെങ്കിലും അസുഖം ഉണ്ടാവുകയാണെങ്കിൽ, ആരോഗ്യസ്ഥിതി മോശമാണെങ്കിൽ സഭയിലെ ദൈവമക്കളോട് പ്രാർത്ഥന ചോദിക്കാറുണ്ട്. എൻ്റെ സഭ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സൗഖ്യമുണ്ടാകും. പ്രാർത്ഥന എന്നത് ആരുടെയും സ്വന്തം അല്ല. പ്രാർത്ഥന എന്നത് ദൈവദാസന് മാത്രമുള്ള അധികാരം അല്ല. ദൈവത്തോട് നല്ല കൂട്ടായ്മ ഉള്ള എല്ലാ വ്യക്തികൾക്കും അധികാരം ഉണ്ട്. നീ വിശ്വസിച്ചാൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ, നീ പുതിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും വലിയ ആളാണെങ്കിലും കൊച്ചുകുട്ടി ആണെങ്കിലും നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. മരണകരമായ രോഗം വന്നപ്പോൾ രാജാവ് വന്ന് ചോദിച്ചു, അങ്ങാണ് ഇസ്രായേൽ രാജ്യത്തിന്റെ കാവൽക്കാരൻ, ഞങ്ങളുടെ ഇസ്രായേൽ രാജ്യത്തിന്റെ തേരും തേരാളിയും എല്ലാം അങ്ങു തന്നെയാകുന്നു. മാർഗം കാണിച്ചു തരുന്നവനും രഥം ഓടിക്കുന്നവനും എല്ലാം അങ്ങു തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ അവനൊരു വാക്ക് പറയാനിടയായി. കിഴക്കേ കിളിവാതിൽ തുറക്ക എന്നവൻ പറഞ്ഞു. അവൻ തുറന്നപ്പോൾ ഏയ്യ എന്ന് എലീശ പറഞ്ഞു. എയ്താറേ അവൻ, അത് യഹോവയുടെ ജയാസ്ത്രം, അരാമ്യർക്ക് നേരെയുള്ള ജയാസ്ത്രം തന്നെ. നീ അഫോക്കിൽ വെച്ച് അരാമ്യരെ തോൽപ്പിച്ചു, അശേഷം സംഹരിക്കും എന്ന് പറഞ്ഞു. അമ്പു എടുക്കുക എന്ന് അവൻ പറഞ്ഞു. അവനെടുത്തു നിലത്തടിക്ക എന്നു അവൻ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു. അസ്ത്രം കൊണ്ട് നീ ജയിക്കാൻ പോവുകയാണ്. ഇതാ അരാമ്യരെ അടിക്കുന്ന രീതിയിൽ ഈ അസ്ത്രം നിലത്ത് അടിക്കുക, അങ്ങനെ അടിക്ക എന്ന് പറഞ്ഞപ്പോൾ ടുപ്പു 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 എന്ന് അടിച്ചെന്ന്. ശത്രുവിനെ അടിക്കാൻ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് അടിച്ചത്? അതുകൊണ്ട് ദൈവപുരുഷൻ അവനോട് കോപിച്ചു. നീ 5 or 6 പ്രാവശ്യം അടിക്കേണ്ടിയിരുന്നു, എന്നാൽ നീ അരാമ്യരെ തോൽപ്പിച്ച് അശേഷം സംഹരിക്കുമായിരുന്നു. ഇപ്പോഴോ നീ അരാമ്യരെ 3 പ്രാവശ്യം മാത്രം തോൽപ്പിക്കും എന്ന് പറഞ്ഞു. നോക്കുക, നിന്റെ ബോഡി ആക്ഷൻസിന്, നിന്റെ ശരീരത്തിന്റെ പ്രവൃത്തിക്ക് നീ ചെയ്യുന്ന പ്രാർത്ഥനയോട് ബന്ധം ഉണ്ട്. നിന്റെ വിശ്വാസത്തിന് നീ ചെയ്യുന്ന ജോലിക്ക് സംബന്ധം ഉണ്ട്. ആ ശത്രുവിനെ ജയിക്കുന്നത് പോലെ അടിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവരെ ശക്തിയായിട്ട് അടിച്ച് ഒതുക്കണമോ അതോ ഇങ്ങനെയാണോ അടിക്കേണ്ടത്? പ്രാർത്ഥന ചെയ്യൂ എന്ന് പറഞ്ഞാൽ യേശുവേ കർത്താവേ ക്ഷമിക്കണമേ, ആമേൻ. പ്രാർത്ഥന ചെയ്യൂ എന്ന് പറയുമ്പോൾ നിനക്ക് എത്രയോ ശത്രുക്കൾ ഉണ്ട്, നിനക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ട്, നിനക്ക് എത്രയോ തവണ പരാജയം സംഭവിച്ചു, അതെല്ലാം ഓർത്തുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുകയാണെങ്കിൽ
മണിക്കൂറുകളോളം ദൈവത്തിന്റെ സന്നിധിയിൽ നീ ചിലവഴിച്ചാൽ, എല്ലാ ദിവസവും നീ അങ്ങനെ പ്രാർത്ഥിച്ചാൽ വിടുതൽ പ്രാപിക്കാം. പൗലോസിന്റെ ജീവിതത്തിൽ ഒരു മുള്ളുണ്ട്. ആ മുള്ള് എടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു, അത് എടുത്തില്ല. ശരി, സാരമില്ല എന്ന് വിചാരിച്ചോ. എന്ത് ചെയ്തു? എന്താണ് ചെയ്തത്? 3 നേരവും നിലവിളിച്ചില്ല. എപ്പോൾ വരെയാണ് പ്രാർത്ഥിച്ചത്? എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് പറയുന്നത് വരെ പ്രാർത്ഥിച്ചു. എപ്പോൾ വരെ നാം പ്രാർത്ഥിക്കണം? മറുപടി വരുന്നത് വരെ പ്രാർത്ഥിക്കണം. നിന്റെ ശത്രുവിനെ ജയിക്കുന്നത് വരെയും പ്രാർത്ഥിക്കണം. നിന്റെ ശരീരത്തിലെ ബലഹീനതകളെല്ലാം തന്നെ, നിന്റെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. ജോർജ് മുള്ളർ അനാഥാലയം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു. ബെഡുകൾ വേണം, പുതപ്പുകൾ വേണം, അരി വേണം, സ്ഥലം വേണം, ബിൽഡിംഗ് വേണം. ദൈവം എല്ലാം കൊടുത്തു. അനാഥാലയത്തിൻ്റെ ഉദ്ഘാടനം വരികയാണ്. അപ്പോഴാണ് ഓർമ്മ വന്നത്, 500 പേർക്കുള്ളതായ മുറി വേണം. അതെല്ലാം തയ്യാറാക്കാനിടയായി. 550 ആളുകൾ നാളെ അനാഥാലയം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ദൈവം ചോദിച്ചു, നീ എന്നോട് ചോദിച്ചോ എന്ന്. എന്ത് ചോദിച്ചില്ല? അനാഥർ ഇല്ലാത്തതായ അനാഥാലയം എന്തിനു വേണ്ടിയാണ്? എല്ലാം ചോദിക്കാനിടയായി. അനാഥരെ മാത്രം ചോദിച്ചില്ല, അതുകൊണ്ട് ലഭിച്ചില്ല. അപ്പോൾ ടെൻഷൻ അടിക്കുകയാണ്. യഥാർത്ഥമായ സന്ദർഭത്തിൽ നാം ചോദിക്കുമ്പോൾ ദൈവസന്നിധിയിൽ എല്ലാം തന്നെ ചോദിക്കും. ആവശ്യമില്ലാത്തതെല്ലാം ചോദിക്കും, ആവശ്യമുള്ളവ നാം മറന്നുപോകും. ഈ ശത്രുക്കളെ ജയിക്കാൻ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ സമയത്ത്, ആ നിലത്ത് അടിച്ച സമയത്ത് 5-6 തവണ പൂർണ്ണമായി അടിച്ചിരുന്നുവെങ്കിൽ നിനക്ക് സംഹരിക്കാമായിരുന്നു. നീ 3 തവണ മാത്രം അടിച്ചുകൊണ്ട് 3 തവണ മാത്രമേ നിനക്ക് ജയം ഉണ്ടാകൂ. നോക്കൂ, ഈ ദിവസം നമുക്ക് ജയം വന്നു. നാളെ നാം എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് നമുക്കൊരു പ്രശ്നം അവസാനിച്ചിരിക്കുന്നു. നാളെ പ്രശ്നം വരില്ലേ? പിന്നീടുണ്ടാകില്ലേ? നിങ്ങളുടെ വീട്ടിൽ മാറാല അടിക്കാറുണ്ടോ? വീണ്ടും വരുമോ? വീണ്ടും അടിക്കുമോ? വീണ്ടും വരുമോ? എപ്പോഴെങ്കിലും ചിലന്തിയെ കൊന്നോ? ആ ചിലന്തിയെ നിങ്ങൾ കൊന്നോ? അതിനെ കൊന്നെങ്കിൽ മാത്രമേ മാറാല വരാതെ ഇരിക്കുകയുള്ളൂ. ഞാൻ അടിച്ചു വാരുന്നു, എന്നാൽ വീണ്ടും വരുന്നു. ഞാൻ വീണ്ടും അടിക്കുന്നു, വീണ്ടും അങ്ങനെ വരുന്നു. അതിന്റെ മൂലകാരണം എന്താണ്? അതിന് കാരണമായിരിക്കുന്ന ആ ചിലന്തിയെ കൊന്നുകളയണം. അതാണ് പൂർണ്ണമായ ജയം. ഇടയ്ക്ക് പ്രാർത്ഥിച്ചു, വയറുവേദന പോയി. വീണ്ടും പ്രാർത്ഥിച്ചു, വയറുവേദന പോയി. പ്രശ്നങ്ങൾ അവസാനിച്ചു. എന്നാൽ പൂർണ്ണ ജയം എന്തുകൊണ്ടാണ് ജീവിതത്തിൽ വരാത്തത്? നിന്റെ ജീവിതത്തിൽ പിശാചിനെ എല്ലാ വിഷയത്തിലും എന്തുകൊണ്ടാണ് എതിർക്കുവാൻ കഴിയാതിരിക്കുന്നത്? വിശ്വാസത്തോടുകൂടി ദൈവത്തിന് മുൻപിൽ കാത്തിരിക്കുന്നില്ല. വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്കും നമ്മുടെ പ്രവൃത്തികൾക്കും തമ്മിൽ ബന്ധമുണ്ട്. കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത്, മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നത്, കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, ജയമെന്ന് പറഞ്ഞപ്പോൾ ജയത്തോടെ ആ എക്സ്പ്രഷനോടുകൂടി കൈ ഉയർത്തി സന്തോഷത്തോടുകൂടി പ്രാർത്ഥിക്കുന്നത്, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്ന എത്ര അത്യാവശ്യമാണ്. എല്ലാവരും ബൈബിൾ എടുക്കുക. എല്ലാവരും ഈ വചനം വായിക്കേണ്ടതാണ്. എല്ലാവരും ബൈബിൾ എടുത്തുകൊണ്ട് വായിക്കുക. റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 20-ാം വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 20-ാം വാക്യം. എല്ലാവരും ഒരുമിച്ച് 1, 2, 3 എന്ന് പറയുമ്പോൾ ഒരുമിച്ച് ഈ വചനം വായിക്കേണ്ടതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 20-ാം വാക്യം. 1, 2, 3. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. പിശാച് നിങ്ങളുടെ കാലിന്റെ അടിയിലായിരിക്കുമ്പോൾ ചവിട്ടി അരയ്ക്കുക. അവനെ ചവിട്ടി 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 നിങ്ങൾ അരയ്ക്കുക. അവനെ ചതയ്ക്കുക. നിന്നെ വേദനിപ്പിച്ച, നിന്റെ സമാധാനം കളഞ്ഞ, നിന്റെ ജീവിതത്തിൽ കുടുംബ സമാധാനം നഷ്ടപ്പെടുത്തിയതായ, നിന്റെ കുടുംബത്തിലെ സന്തോഷം കെടുത്തിയതായ, നിനക്ക് രോഗം കൊണ്ടുവന്നതായ, നിന്നെ നിരാശയിൽ അകപ്പെടുത്തി കളഞ്ഞതായ ആ പിശാചിനെ നിന്റെ കാലിന്റെ അടിയിൽ കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത്? വീണ്ടും ഒരിക്കൽ കൂടി വായിക്കുക. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ച് 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 തീർക്കും. നിന്റെ ജീവിതത്തിൽ ഇനി മേലാ പിശാച് തന്നെ നിന്നെ തകർക്കാൻ ഇടയാകരുത്. എന്റെ ജീവിതത്തിൽ നീ തടസ്സം കൊണ്ടുവരികയാണോ? എന്റെ ജീവിതത്തിൽ നീ തടസ്സം കൊണ്ടുവരികയാണോ? എന്റെ ജീവിതത്തിൽ നീ സമാധാനം നഷ്ടപ്പെടുത്തുകയാണോ? കുടുംബത്തിൽ പ്രശ്നം കൊണ്ടുവരികയാണോ? എന്നെ നന്നായി ജീവിക്കാൻ അനുവദിക്കത്തില്ലേ? അവനെ ചവിട്ട് ചവിട്ട് ചവിട്ടി അരയ്ക്കൂ. പിശാചിനോട് എതിർത്ത് നിൽക്കുക. അവൻ അപ്പോൾ നിങ്ങളെ വിട്ട് ഓടിപ്പോകും.
ഇവിടെ അസ്ത്രം തറയിൽ അടിക്കുന്നതും അരാമ്യരെ ജയിക്കുന്നതും തമ്മിലുള്ള ബന്ധം എന്താണ്? നിന്റെ പ്രവൃത്തി എന്താണ്? നിന്റെ വിശ്വാസം എന്താണ്? നിന്റെ ധൈര്യം എന്താണ്? നീ അസ്ത്രം അടിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. നീ 3 പ്രാവശ്യമാണ് അടിച്ചത്. അടിക്കുക, അവനെ അടിച്ച് ചിതറിക്കുക. അടിച്ചു ചതയ്ക്കുന്നവർ, കൈകിട്ടടിക്കുന്നവർ നിങ്ങൾ കണ്ടിട്ടില്ലേ? ചക 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 ചാന്ന് അടിക്കും. പാതി ചത്താൽ അവൻ വീണ്ടും വരുവാൻ ഇടയാകും. ഈ ദിവസം മുതൽ ക്രിസ്ത്യാനികളായ എല്ലാവരും യഹോവ നിസ്സി, അവനാണ് നമ്മുടെ കൊടി, അവനാണ് നമുക്ക് വിജയം നൽകുന്നവൻ. പിശാചിന്റെ തലയെ ചതയ്ക്കുന്നതിന് വേണ്ടി, അവനെ ചതച്ചരയ്ക്കാൻ അവനെ നിന്റെ കാൽ കീഴിൽ യഹോവ കൊണ്ടുവരികയാണ്. പിശാച് എപ്പോഴേ പരാജയപ്പെട്ടവനാണ്. അവൻ തല തകർന്നവനാണ്. ചതഞ്ഞ തലയുമായിട്ടാണ് അവൻ വരുന്നത്. അതുകൊണ്ടാണ് നാം ഭയപ്പെടുന്നത്. പ്രാർത്ഥിക്കുന്ന വ്യക്തി പിശാചിനെ ഭയപ്പെടില്ല, ശത്രുക്കളെ കണ്ട് ഭയപ്പെടില്ല. നീ കണ്ണു തുറന്ന് നോക്കൂ. എത്ര വലിയ ദൈവമാണ് നിന്റെ കൂടെയുള്ളത്, എത്ര വലിയ സൈന്യമാണ് നിന്റെ ചുറ്റുമുള്ളത്, എത്ര വലിയ വിജയമാണ് യേശുക്രിസ്തു ക്രൂശിൽ വരിച്ചത് എന്ന് അറിയുന്ന ദിവസം പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ വന്നതായ കർത്താവ് നമ്മുടെ പക്ഷത്ത് ഉണ്ടായിരിക്കുമ്പോൾ നാം ഒന്നിനെയും ഭയപ്പെടേണ്ടതായ കാര്യം ഇല്ല. തലകൾ വണക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും വായ് തുറന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന. എപ്പോഴും എന്നെ പരീക്ഷിക്കുന്ന, എപ്പോഴും എന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന, എപ്പോഴും എന്നെ പാപത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന പിശാചിന്റെ ശക്തിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. വ്യാജം പറയുന്ന ആത്മാവിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. പിശാചിന് അടിമയായി പോയിട്ടുണ്ട്. അവനോട് എതിർത്ത് നിൽക്കുവാനുള്ള ശക്തി എനിക്ക് നൽകണമേ. എന്റെ പക്ഷത്തുള്ള ദൈവം എത്ര വലിയ ദൈവമാണെന്ന്, എനിക്ക് വേണ്ടി ക്രൂശിൽ നേടിയെടുത്തതായ വിജയം എത്ര വലിയ വിജയമാണെന്ന് ഞാൻ കാണുന്നതിന് വേണ്ടി എൻ്റെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ. അവസ്ഥകളെ കണ്ടിട്ട് ഭയപ്പെട്ടു പോകുന്നു. ഡോക്ടറുടെ മെഡിക്കൽ റിപ്പോർട്ട് കണ്ട് ഭയപ്പെട്ടു പോകുന്നു. മനുഷ്യരെ കണ്ട് ഭയപ്പെടുകയാണ്. അധികാരികളെ കണ്ട് ഭയപ്പെടുകയാണ്. എല്ലാ കാര്യത്തിലും ഭീരുത്വത്തോടെ ആയിരിക്കുകയാണ്. എൻ്റെ ഭാവിയെക്കുറിച്ചോർത്ത് ഭയപ്പെടുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയോർത്ത് ഞാൻ ഭയപ്പെടുകയാണ്. കർത്താവേ, എന്നോട് കരുണ കാട്ടണമേ. ഭയത്താലുള്ള രോഗത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. മനുഷ്യരോടുള്ള ഭയത്തിന്റെ അടിമകളായി പോകുന്നവരെ നീ വിടുവിക്കണമേ. പാപത്തെ ഭയപ്പെട്ട അടിമകളായിരിക്കുന്നവരെ നീ വിടുവിക്കണമേ. ശത്രുവിനെ തകർക്കുവാനുള്ള ധൈര്യം കൊടുക്കണമേ. കത്തികൊണ്ടും വാളുകൊണ്ടുമല്ല, യേശുവിന്റെ നാമമാണ് ഞങ്ങളുടെ ജയക്കൊടി. നീ നിന്ദിച്ചിരിക്കുന്ന യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു എന്ന് പറയുന്നത് പോലെ കത്തികൊണ്ടും വാളുകൊണ്ടും ഞങ്ങളുടെ നേരെ വരുന്നവരോട്, കുതിരയോടും രഥത്തോടും കൂടെ ശത്രു ഞങ്ങളുടെ നേരെ വരുമ്പോൾ കർത്താവേ, അവരെ നേരിടുവാനുള്ള പ്രാർത്ഥനാ ശക്തി ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ശരീരത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്. ഒരുപാട് പ്രതികൂലമുണ്ട്, ഒരുപാട് കഷ്ടതയുണ്ട്. കർത്താവ്, ഇതിനെയെല്ലാം ജയിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന എന്ന ആയുധം ഞങ്ങൾക്ക് നൽകണമേ. സ്വർഗീയ ശക്തി ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. പിശാചിനെ ചതയ്ക്കുവാനുള്ള കാൽ ഞങ്ങൾക്ക് നൽകണമേ. വിശ്വാസത്തോടുകൂടി നിന്റെ കാര്യങ്ങൾ കാണുവാനുള്ള കണ്ണുകൾ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവ്, യഥാർത്ഥ ക്രിസ്ത്യാനികളായി ഞങ്ങളെ നിർത്തണമേ. പ്രാർത്ഥനാ വീരന്മാരായി ഞങ്ങളെ നിർത്തണമേ. എത്രത്തോളം ഞങ്ങൾ പിശാചിന്റെ അടിമകളായി ജീവിക്കും, എത്രത്തോളം ഞങ്ങൾ ലോകത്തിൽ ആകർഷണീയരായി ജീവിക്കും. ഞങ്ങളുടെ കൂടെയുള്ള ദൈവം ഒരു വേലി പോലെ ഞങ്ങൾക്ക് സംരക്ഷണമായി നിൽക്കുന്നു എന്നത് കാണാൻ സഹായിക്കണമേ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നീ അനുഗ്രഹിക്കണമേ. ഏത് ഭവനത്തിലാണ് പിശാച് താണ്ഡവമാടുന്നത്, അവർക്ക് നസ്രയന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വലിയ വിടുതൽ ഉണ്ടാകുമാറാകട്ടെ. ആ പിശാചിനെ നിങ്ങൾ ചവിട്ടി ചവിട്ടി അരയ്ക്കുകയാണ്. നിന്റെ മക്കളുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകട്ടെ. കർത്താവേ, നിന്റെ വേലി കെട്ടുമാറാകണമേ. പിശാച് ഞങ്ങളുടെ വീടിന് ചുറ്റും വന്നാലും അവൻ ഞങ്ങളുടെ വീട്ടിൽ പ്രവേശിക്കാതെയുള്ള വേലി ഞങ്ങൾക്ക് കെട്ടണമേ. എന്തിന് ഞങ്ങൾക്ക് ഈ കഷ്ടത, എന്തുകൊണ്ടാണ് ഈ ദുഃഖം എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ളതായ ദൈവിക ഉദ്ദേശം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകുമാറാകണം. കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥന മനുഷ്യരാക്കി മാറ്റണമേ. കർത്താവെ, പിശാചിനെ കയ്യിൽ കിട്ടിയാൽ 3 തവണ അടിച്ചിട്ട് വിട്ടുകളയുന്ന ഇസ്രായേൽ രാജാവിനെ പോലെ അല്ലാതെ അതിനെ ചതച്ചു കളയുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങൾക്ക് നൽകുമാറാകണമേ. മാനുഷിക രീതിയിൽ ഞങ്ങൾ പോരാടുന്നില്ല. അന്ധകാരത്തിന്റെ മണ്ഡലത്തോട് ഞങ്ങൾ പോരാടുമ്പോൾ രക്ഷയെന്ന കവചം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. കർത്താവേ, ഞങ്ങൾക്ക് രക്ഷയെന്ന ശിരസ്ത്രം നൽകുമാറാകണമേ. വിശ്വാസമെന്ന പരിചയം ഞങ്ങൾക്ക് നൽകുമാറാകണം. വചനമെന്ന വാൾ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. നീതിയുടെ വസ്ത്രം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഞങ്ങളുടെ പാദങ്ങൾക്ക് സുവിശേഷത്തിന്റെ പാദരക്ഷ നൽകണമേ. നീതിയോട് മാത്രമേ ഞങ്ങൾക്ക് എതിർക്കുവാൻ കഴിയുകയുള്ളൂ.
കർത്താവേ, രക്ഷയില്ലാത്തവർക്ക് ഈ രാത്രി നീ രക്ഷ കൊടുക്കണമേ. ദൈവസന്നിധി നല്ല ബന്ധമില്ലാത്തവരെ ഈ ദിവസം നീ ഒന്ന് ദർശിക്കുമാറാകണമേ. നിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് നിന്നോട് സംസാരിക്കുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഒരു വയറിൽ കൂടി ഇലക്ട്രിസിറ്റി പ്രവഹിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവഹിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ ഹൃദയം മുഴുവൻ നിന്റെ സാന്നിധ്യത്താൽ നിറയുവാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണം. നിന്റെ നാമം ധരിച്ചിരിക്കുന്ന ആരെയും നീ ഉപേക്ഷിക്കരുതേ കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെ പ്രാർത്ഥനയിൽ കൂടി എങ്ങനെയാണ് നേരിടേണ്ടത്, പിശാചിനെ എതിർക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ദൈവത്തോട് ചേർന്ന് വസിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കുമാറാകണമേ. ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല എങ്കിലും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ടെന്നുള്ള ധൈര്യത്തോടുകൂടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ എല്ലാവരെയും നീ സഹായിക്കണം. കർത്താവേ, നീ എല്ലാ ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. വഞ്ചിതരായവരെ ആശ്വസിപ്പിക്കണമേ. നഷ്ടം വന്നവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. നിരാശപ്പെട്ടിരിക്കുന്നവരെ ദൈവമേ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തണമേ. തകർന്നിരിക്കുന്നവരെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കണമേ. നിന്റെ സന്നിധിയിൽ സമ്പൂർണമായ സന്തോഷമുണ്ട്, അത് ഞങ്ങൾക്ക് നിറച്ചു നീ അയക്കണമേ. എല്ലാ വ്യക്തികളും പിശാചിന്റെ തലയെ ചതയ്ക്കുന്നവരായി തീരുവാൻ നീ സഹായിക്കുമാറാകണം. പിശാചിനെ ഭയപ്പെടുന്നവരായി, കീഴ്പ്പെടുന്നവരായി ഞങ്ങൾ ആരും തന്നെ ബാക്കിയാവാതെ പിശാചിനെ എതിർക്കുന്നവരായി ജീവിക്കുന്നതിനായി ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കുമാറാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ, 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 യേശുവേ.